അമ്പലത്തിൽ പോയി ദർശനം നടത്തി തീർത്ഥം വാങ്ങി സേവിക്കുന്ന പതിവ് ഇന്നും ഭക്തർ തെറ്റിക്കാറില്ല. തീർത്ഥത്തിന് അതിൻ്റെതായ മഹത്വം കൽപ്പിക്കുന്നത് കൊണ്ടാണ് അതിനെ പുണ്യജലമെന്ന് പേരിട്ട് കുടിക്കുന്നതും. ഇതിൻ്റെ പുണ്യതയും പരിശുദ്ധിയും ചോദ്യം ചെയ്യുന്നവർ ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളെ അംഗീകരിക്കുന്നില്ല. ഹൈന്ദവ ഭവനങ്ങളിൽ ദേവസമാനമായി കരുതിയായിരുന്നു തുളസി നട്ടിരുന്നതും തുളസിത്തറ കെട്ടി വിളക്ക് വച്ചിരുന്നതും. അമ്പലത്തിൽ നിന്ന് ലഭ്യമാകുന്ന തുളസി തീർത്ഥത്തിന് ഔഷധത്തിൻ്റെ ഗുണമുണ്ടെന്നാണ് കണ്ടുപിടുത്തം. ഇതിനു വേണ്ടി തുളസി തീർത്ഥം സേവിക്കുവാൻ വേണ്ടി ക്ഷേത്രത്തിൽ തന്നെ പോകണമെന്നില്ല. വീട്ടിലും തുളസി തീർത്ഥം ഉണ്ടാക്കി സേവിക്കാവുന്നതാണ്. ക്ലസ്റ്റേർഡ് വാട്ടർ എന്ന പേരിൽ വിദേശികൾ കണ്ടുപിടിച്ചിരിക്കുന്ന പരിശുദ്ധ ജലത്തിനു തുല്യം നിൽക്കുന്നതാണ് തുളസി ജലവും. ജലമലിനീകരണത്തെക്കുറിച്ച് പരിതപിക്കുന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞരാണ് ക്ലസ്റ്റേർഡ് വാട്ടർ കണ്ടുപിടിച്ചത്. ആധുനിക ശാസ്ത്രീയ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ രൂപം നൽകിയ ഈ ശുദ്ധജലം 2 തുള്ളി ഒരു ഗ്ലാസ് സാധാരണ വെള്ളത്തിൽ ഒഴിച്ചാണ് അവർ കുടിക്കുന്നത്. ഇത് ആരോഗ്യ രക്ഷയ്ക്കുത്തമമാണെന്നും തെളിഞ്ഞിട്ടുണ്ട്. എന്നാൽ ബിംബത്തിൽ അഭിഷേകം ചെയ്ത് കിട്ടുന്ന തുളസി തീർത്ഥത്തിന് ക്ലസ്റ്റേർഡ് വാട്ടറിൻ്റെ തുല്യമായ പരിശുദ്ധിയുണ്ടെന്നാണ് പ്രശസ്ത ഇന്ത്യൻ ശാസ്ത്രജ്ഞനും മലയാളിയുമായ ഡോക്ടർ TP ശശികുമാറിൻ്റെ പരീക്ഷണങ്ങളുടെ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ക്ഷേത്രത്തിൽ പോയി തന്നെ തുളസി തീർത്ഥ സേവ ചെയ്യണമെന്നില്ല, അല്ലാതെയുമാകാമെന്നാണ് അറിവുള്ളവരുടെ നിഗമനം. അതുകൊണ്ടാണ് പഴമക്കാർ തീർത്ഥജലം വീട്ടിൽ തന്നെ നിർമ്മിച്ചിരുന്നത്. ഒരു പാത്രം വെള്ളമെടുത്ത് പരിശുദ്ധിയോടെ 4-5 തുളസിയില തുള്ളിയിട്ട ശേഷം അത് കുടിച്ചാലും ക്ലസ്റ്റേർഡ് വാട്ടറിൻ്റെ ഗുണം തന്നെ. അതുകൊണ്ടാണ് തുളസി തീർത്ഥം ഗുണകരമെന്ന് പണ്ടുള്ളവർ പറയുന്നത്.